എ.കെ. ആന്റണി മാധ്യമങ്ങളെ കാണുന്നു തത്സമയം. തിരിച്ചിതിലേക്ക് കൊണ്ടുവരണമെന്നാണ് ഇപ്പോൾ UDF വിട്ട് ഇപ്പം കെ.എം. മാണി പോയിരിക്കുകയാണ്. അപ്പോൾ കെ.എം. മാണിയെ തിരിച്ച് മടക്കി UDF കൊണ്ടുവരണമെന്നുള്ള അഭിപ്രായം അങ്ങേക്കുണ്ടോ? ഞാൻ പറഞ്ഞത് ചാനലുകളിൽ എൻ്റെ പ്രസംഗം അതേപടി കാണിച്ചിരുന്നു. ഞാൻ പറഞ്ഞത് കോൺഗ്രസിൽ നിന്നും അകന്നുപോയ കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷനിലും അസംബ്ലി ഇലക്ഷനിലും ആ കാലഘട്ടത്തിൽ അകന്നുപോയ ജനവിഭാഗങ്ങളെ തിരികെ കൊണ്ടുവരുന്നതാണ്. അതിൻ്റെ അർത്ഥം സാമാന്യ ബുദ്ധിയുള്ള എല്ലാവർക്കും ഉണ്ടാവും. ഞാൻ പറഞ്ഞത് എന്നെ പറഞ്ഞതിനെക്കുറിച്ചല്ല ചോദിച്ചത്. എറണാകുളത്ത് പറഞ്ഞത് എന്താണ്? കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷനിലും അസംബ്ലി തെരഞ്ഞെടുപ്പിലും ഈ കാലഘട്ടത്തിൽ അരുവിക്കരയുടെ കാലഘട്ടത്തിൽ നമ്മുടെ കൂടെ ഉണ്ടായിരിക്കുകയും പിന്നീട് നടന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും അസംബ്ലി ഇലക്ഷൻ്റെ കാലം വന്നപ്പോൾ കോൺഗ്രസിൽ നിന്ന് അകന്നുപോയ ജനവിഭാഗങ്ങളെ തിരിച്ചു കൊണ്ടുവരുമെന്നാണ് ഞാൻ പറഞ്ഞത്. അതെല്ലാം ചാനലിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. കെ എം മാണിയുടെ കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് UDF ആണ്. അത് ഞാൻ അതിനെക്കുറിച്ച് കേരള രാഷ്ട്രീയത്തിലെ മുന്നണി സംവിധാനത്തെക്കുറിച്ച് ഞാൻ അഭിപ്രായം പറയുന്നില്ല. അതെൻ്റെ ഡിപ്പാർട്ട്മെൻ്റ് അല്ല, അത് UDF തീരുമാനിക്കേണ്ട കാര്യമാണ്. എനിക്കതിനെക്കുറിച്ച് UDF തീരുമാനിക്കേണ്ട കാര്യത്തെക്കുറിച്ച് ഞാൻ അഭിപ്രായമേ പറയില്ല. അല്ല, ഞാൻ UDFിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് ഞാൻ അഭിപ്രായം പറയുന്നില്ല. അല്ലേ, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കോൺഗ്രസിൻ്റെ കാര്യങ്ങളെക്കുറിച്ചാണ് സംസാരിച്ചത്. UDFിൻ്റെ കാര്യങ്ങൾ UDF തീരുമാനിക്കണം. അല്ല, അതിനെക്കുറിച്ച് വർക്കിംഗ് കമ്മിറ്റി അംഗം എന്നുള്ള നിലയിലും കേരളത്തിൽ നിന്നുള്ള ഏറ്റവും മുതിർന്ന നേതാവ് എന്നുള്ള നിലയിലും കെ.എം. മാണി ഈ 34 വർഷത്തെ ഒരു ബന്ധം അവസാനിപ്പിച്ച് പോകുമ്പോൾ അങ്ങ് എന്ത് നേതൃപരമായ പങ്കായിരിക്കും? ഞാനിപ്പോൾ അതിനെക്കുറിച്ച് ഒരു പ്രതികരണത്തിനില്ല. അത് UDF തീരുമാനിക്കട്ടെ. ഞാൻ നേതൃപരമായ പങ്ക് വഹിക്കേണ്ട ഒരു പ്രശ്നമല്ലത്. അത് UDF കൈകാര്യം ചെയ്യേണ്ട വിഷയം. അതിനെന്ത് വേണമെന്ന് UDF തീരുമാനിക്കട്ടെ. UDF എന്താ തീരുമാനിക്കുന്നത് ആ തീരുമാനത്തിലാണ് ഞാൻ. അല്ല, ആ പ്രശ്നം നമുക്ക് നിർത്തണം. ഇന്ന് എത്രാം തീയതിയാ? അപ്പോൾ എന്തോ ഇന്ന് 22-ാം തീയതിയാണ്. 24 മണിക്കൂർ കഴിഞ്ഞ് ശ്രീ രാഹുൽ ഗാന്ധി കേരളത്തിലെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ ചർച്ച വിളിച്ചിരിക്കുന്ന ഘട്ടത്തിൽ അതിന് തൊട്ട് തലേന്ന് അതിനെക്കുറിച്ചൊരു അഭിപ്രായം ഞാൻ ശരിയല്ലല്ലോ. അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് പ്രതികരിക്കുന്നില്ല. അല്ല, എൻ്റെ പൊന്നെ, ആ വിഷയം വിളി. എന്തോ എറണാകുളത്ത് പറഞ്ഞതിൻ്റെ യാതൊരു വ്യാഖ്യാനവും ഇല്ല. ഞാൻ അതിനൊരു പുതിയ വ്യാഖ്യാനമില്ല. പറയാനുള്ളതല്ല എറണാകുളത്ത് ഞാൻ പറഞ്ഞു. അതിനപ്പുറത്ത് പുതിയ വ്യാഖ്യാനത്തിന് ആഗ്രഹിക്കുന്നു. നമ്മളെ അല്ലേ ഇന്ന് ഏതായാലും ഞാനൊരു വിശദീകരണത്തിൻ്റെ മൂഡിലല്ല. ഞാൻ പറഞ്ഞതെല്ലാം പച്ച മലയാളത്തിലല്ലേ. എൻ്റെതാണെങ്കിൽ സംസ്കൃതമുള്ള മലയാളമല്ല, വളരെ ലളിതമായ മലയാളത്തിലാണ്. ശരിരാജ്, ക്ഷമിക്കണം, നിങ്ങൾ എനിക്ക് വേണ്ടി ഇങ്ങനെ കാത്തു ഞാൻ അറിഞ്ഞില്ല. പക്ഷെ നിങ്ങൾക്ക് വല്ലപ്പോഴല്ലേ ഇവിടെ വരുന്നുള്ളൂ. ഞങ്ങൾക്ക് കാണാൻ കിട്ടുന്ന അപൂർവ അവസരമാണല്ലോ. എന്നെ കാണാൻ അങ്ങനെ ആഗ്രഹിക്കുന്ന സന്തോഷം. ഹൃദ്യമായ പരിപാടിയാണ്, അതുകൊണ്ടാണ് ഇത് വന്നത്. നാട്ടിലൊരു പ്രധാനപ്പെട്ട ആവശ്യമാണ്. AICC പ്രവർത്തക സമിതി അംഗം എ.കെ. ആന്റണി അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളെ കാണുകയായിരുന്നു. കോൺഗ്രസിന്റെ ജനകീയ അടിത്തറയിൽ വിള്ളലുണ്ടായി, തലമുറ മാറ്റം വേണം കോൺഗ്രസിൽ എന്ന തരത്തിലുള്ള വലിയ തരത്തിലുള്ള വിമർശനം അദ്ദേഹം നടത്തിയിരുന്നു കഴിഞ്ഞ ദിവസം. അതിനെക്കുറിച്ചാണ് നിലവിൽ ആരാഞ്ഞത് മാധ്യമപ്രവർത്തകർ. ഒപ്പം മാണി UDF ഇട്ടതിനെക്കുറിച്ച് ആരാഞ്ഞു. പക്ഷേ അക്കാര്യത്തിൽ ഒരഭിപ്രായം നിലവിൽ താൻ പറയുന്നതില്ല. അക്കാര്യം UDF ആണ് തീരുമാനിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളിലടക്കം അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചു.